ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഒരു യൂണിഫോം ഒക്കെ സ്വപ്നം കാണുന്നവർക്ക് നമ്മുടെ കരസേന എന്ന് പറയുന്നത് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെയധികം സന്തോഷം തരുന്ന കാര്യം, അതിൽ ഇനി അധികം ഇൻട്രോ ഒന്നും കൊടുക്കേണ്ട, കാരണം തമ്മിൽ നിങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ ഏജ് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് നിലവിൽ ആർമീൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. നമ്മൾ മുമ്പേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഫെബ്രുവരി 1 നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞിട്ടും ഇതുവരെയായിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പം തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ ഗണിക്കാനായിട്ട് അല്ലെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ഒരു അപ്ഡേറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വലിയ ചേഞ്ചസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യും. ഇപ്പോൾ ഏജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, എത്രയാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഇത് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിന് മുൻപായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മൾ ഇപ്പം നിലവിൽ നമ്മുടെ നഴ്സിംഗ് അസിസ്റ്റന്റിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ആർമി നഴ്സിംഗ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ ഉടനെ വരുന്നുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയൽ മുമ്പേ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് നിലവിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 400ഓളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് കണ്ടന്റ് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ സിലബസ് ഭാഗത്ത് നിന്ന് തന്നെയാണ് കണ്ടന്റ് വരുന്നത്. ജനറൽ നോളജ്, മാത്സ്, ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി, അപ്പോൾ ഇതൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നില്ല, കാരണം നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കണം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മൾ ആദ്യം ചോദ്യം ഉണ്ടാകും, അതിനുശേഷം ഓപ്ഷൻസ് ഉണ്ടാകും, പിന്നെ അതിൻ്റെ ആൻസർ ഉണ്ടാകും, പിന്നെ എക്സ്പ്ലനേഷൻ ഉണ്ടാകും. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഇത് വാങ്ങാവുന്നതാണ്. ഇങ്ങനെ എല്ലാ സെക്ഷനും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ചോദിക്കാൻ ഹൈ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ തവണ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇത് ലിസ്റ്റിൽ വരാനായിട്ട് നമ്മുടെ PDF സഹായിച്ചിട്ടുണ്ട്. മുമ്പ് ചെയ്ത PDFിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാനായിട്ട്, അത് കുട്ടികളുടെ ഒപ്പീനിയൻ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അതിൽ ഹൈലൈറ്റ് സെക്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് മുൻപായിട്ട് നിങ്ങളിത് വാങ്ങി പഠിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മുടെ PDF പ്രൊവൈഡ് ചെയ്യുന്നവരടുത്ത് തീർച്ചയായിട്ടും ഒന്ന് പറഞ്ഞേക്കുക. അത് മറ്റുള്ളവർക്കും തീർച്ചയായും ഇത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം നൽകുന്നതായിരിക്കും. സോ ഈ ഒരു PDF-ഉം പിന്നെ നമ്മുടെ സിലബസിൻ്റെ PDF ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് നേരത്തെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പർച്ചേസ് ചെയ്യാനുള്ള നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു നമ്പർ കൊടുത്തത് കാണാൻ സാധിക്കും. ഏറ്റവും നല്ലത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി, ഡയറക്റ്റ്ലി അവിടെ പോകുന്നതായിരിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏകദേശം 102 രൂപയാണ് ഇതിന് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അത് ചെയ്തതിന് ശേഷം അവിടെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. നമ്മുടെ ടീം തന്നെ നിങ്ങളെ അതിന് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും നമുക്ക് അപ്ഡേറ്റിലേക്ക് കിടക്കാം. സോ ഇതാണ് കേട്ടോ ആർമീൻ്റെ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് സിലബസ് PDF. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജനറൽ നോളജ്, മാത്സ്, ഓരോന്ന് കൃത്യമായിട്ട് നമ്മുടെ ഒഫീഷ്യൽ സിലബസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ സിലബസ് ഡീറ്റെയിൽ സിലബസും താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതായിരിക്കും. സോ ഇനി നമുക്കിതിൽ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ ഹോം പേജിലേക്ക് നമ്മൾ പോവുക. ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ പോവുക. അവിടെ നിന്നാണ് നമുക്കിത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മുടെ എലിജിബിലിറ്റി തന്നെ ചെക്ക് ചെയ്യുക. ഇതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്, വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും മുമ്പുള്ള ഏജും ഇപ്പോഴുള്ള ഏജും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ചെക്ക് എലിജിബിലിറ്റി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്, നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം. കേരള എന്നുള്ള സ്റ്റേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാംഗ്ലൂർ ZROൻ്റെ കീഴിലാണ് നമ്മൾ വരുന്നത്. പിന്നെ ഡിസ്ട്രിക്ട് ഏതാണോ ഡിസ്ട്രിക്ട് അത് സെലക്ട് ചെയ്യുക. തൽക്കാലം നമ്മളിവിടെ കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്ട് നിങ്ങളുടെ ഏതാണോ അത് സെലക്ട് ചെയ്യുക. തൽക്കാലം തിരുവനന്തപുരം സെലക്ട് ചെയ്യുകയാണ്. അത് നമ്മുടെ ട്രിവാൻഡ്രം എയറോൻ്റെ കീഴിലാണ്. എയറോ ട്രിവാൻഡ്രമാണ് വരുന്നത്, അതിൻ്റെ കീഴിലാണ്. മറ്റൊരു സ്ഥലം ക്ലിക്ക് ചെയ്താൽ ഏത് ഇതിൻ്റെ കീഴിലാണ് വരുന്നത് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അങ്ങ് വരും. തിരുവനന്തപുരത്തിൻ്റെ കീഴിലാണ് കേട്ടോ. നമ്മുടെ മലപ്പുറം സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ കീഴിൽ. അങ്ങനെ ഓരോന്ന് കൃത്യമായിട്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കാണിച്ചതാണ്. പിന്നെ തഹസിൽ ഏത് തഹസിലാണോ അത് കൃത്യമായിട്ട്, നിങ്ങളുടെ ഏതാണോ അത് കൃത്യമായിട്ട് തഹസിൽ ഏതാണെന്നുള്ളത് അതൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഹൈറ്റ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഹൈറ്റ് എത്രയാണെന്നുള്ളത് അതൊന്ന് ഏകദേശം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതും സെലക്ട് ചെയ്തതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, കൃത്യമായിട്ട് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കലണ്ടറിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് 1 ഒക്ടോബർ 2005 സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ക്വാളിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ +2 10 ഏതെങ്കിലും കൊടുക്കുക. തൽക്കാലം ബേസിക് ആയിട്ടുള്ള 10ാം ക്ലാസ് കൊടുക്കുക. 8ാം ക്ലാസ്സും 8ും കൊടുക്കാം, അതായത് 8ാം ക്ലാസ്സും കൊടുക്കാം. പിന്നെ മെയിലോ ഫീമെയിലോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം പാസ്സാണോ അപ്പിയറിംഗ് ആണോ 10ാം ക്ലാസ് പാസ്ഡ് എന്നുള്ളത് കൊടുക്കുക. മെരിറ്റൽ സ്റ്റാറ്റസ് അൺമേരിഡ് കൊടുക്കുക. അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം സർവീസ് പേഴ്സൺ ആണോ അത് കൊടുക്കുക. അതിനുശേഷം ചെക്ക് എലിജിബിലിറ്റി എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചുവടെ നമുക്ക് മറ്റൊരു വിൻഡോയിലേക്ക് വീണ്ടും റീഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ആവുന്നതായിരിക്കും. സോ ഇവിടെ ലോഡാവുന്നുണ്ട്. ഇത് ലോഡായിട്ട് ഓപ്പൺ ആവുന്നതായിരിക്കും. ഇവിടെ സർവീസ് പേഴ്സൺ ആണെങ്കിൽ അത് എസ് കൊടുക്കുക, അല്ല നോ കൊടുക്കുക. ഇവിടെ ലോഡായിട്ടുണ്ട്. അതിനുശേഷം താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അഗ്നിവീർ ജനറൽ ഡ്യൂട്ടീൻ്റെ ഏജ് 17 വയസ്സിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 22 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടില്ല, നിലവിൽ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. അതുപോലെ തന്നെ അഗ്നിവീർ GDക്ക് ആവശ്യമായിട്ടുള്ള AI ബേസ്ഡ് ക്ലാസ്സുകൾ നമ്മൾ മുമ്പോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി PDF-ൻ്റെ ഒക്കെ കാര്യം ഇതിൽ പറഞ്ഞതുകൊണ്ട് തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. അത് മറ്റൊരു ദിവസം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ ആർമി ടെക്കിൻ്റെയും 22 ആക്കിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആർമി ട്രേഡ്സ്മാൻ്റെയും 22 ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 10th പാസ് 8th പാസിൻ്റെയും 22 വയസ്സാക്കിയിട്ടുണ്ട്. നമുക്ക് മറ്റുള്ള ട്രേഡുകളിലേക്കും കൂടി നോക്കാം. അതായത് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒന്ന് കൂട്ടി നോക്കാം. +2 വെച്ചിട്ട് നമുക്കിതൊന്ന് ചെക്ക് എലിജിബിലിറ്റി എന്നുള്ളതൊന്ന് നോക്കാവുന്നതാണ്.
സോ +2 വെച്ച് നോക്കിയ സമയത്ത് ബാക്കിയുള്ള പോസ്റ്റുകൾ ക്ലർക്ക് ബാക്കിയുള്ള പോസ്റ്റുകളും കൂടി വേണ്ടിയിട്ട് 22 ഏജ് ആക്കിയിട്ട് കൂട്ടിയത് കാണാൻ സാധിക്കും. പിന്നെ റെഗുലർ കാഡർ എന്നുള്ള ഒരു ഓപ്ഷൻ തൊട്ടിപ്പുറം കാണാൻ സാധിക്കും. ഇവിടെ അഗ്നിവീറാണ് 4 വർഷത്തേക്കുള്ള അഗ്നിവീറിൻ്റെയാണ്. തൊട്ടിപ്പുറം റെഗുലർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. റെഗുലറിൽ സോൾജർ ടെക് ഉണ്ട്, അത് 23 വയസ്സ് വരെയാണ്. അതുപോലെ തന്നെ JCO കാറ്ററിംഗ് അത് 27 വയസ്സ് വരെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ഡിപ്ലോമയൊക്കെ വേണം കേട്ടോ, +2 എക്സാമിനേഷൻ ആൻഡ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അതൊക്കെ വേണം. അഗ്നിവീറാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അഗ്നിവീറിൽ ക്ലിക്ക് ചെയ്തിട്ടാവുന്ന നോക്കുക. പിന്നെ നമുക്ക് ഡിഗ്രി ഒക്കെ വെച്ച് നോക്കാം, ഇവിടെ റെഗുലർ കാഡർ വേണ്ടിയിട്ട് ഡിഗ്രിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കാം. അപ്പോൾ ഏജ് ഇൻക്രീസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരുപാട് പേർക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നിലവിലിപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ ഏജ് കൂട്ടിയിട്ടുണ്ട്, 23 വയസ്സൊക്കെ മുമ്പിലേക്ക് വരുമെന്നുള്ളൊരു കാര്യം നമ്മൾ മുൻപൊരു നോട്ടീസൊക്കെ കിട്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം അടുത്തൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഇപ്പം തന്നെ 22ലേക്ക് നമുക്ക് ഇവിടെ സൈറ്റിൽ തന്നെ അപ്ഡേറ്റ് ആയതായിട്ട് കാണാൻ സാധിക്കും. ഇനി നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്കിതൊന്നുകൂടെ ഉറപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ സൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ സൈറ്റിൽ നിങ്ങൾക്ക് ഇത് കയറി ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാം. അപ്പോൾ ഒരുപാട് പേര് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കാര്യമായിരുന്നു. മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം. പിന്നെ PDF മെറ്റീരിയൽ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.